അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നിലാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നാം അനുഭവിക്കാറുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, രോഗം, മാനസിക പ്രയാസങ്ങൾ, ടെൻഷൻ, നമുക്ക് മനസ്സിന് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങളായി പരിഗണിക്കപ്പെടും. വിശുദ്ധ ഖുർആനിൽ മനുഷ്യർ നിർബന്ധമായും അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളുടെ ലിസ്റ്റ് എണ്ണിയിട്ട് ഈ രൂപത്തിൽ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ. ഈ പരീക്ഷണങ്ങളിലെല്ലാം വിജയം വരിച്ച് ക്ഷമാപൂർവം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കണം എന്നും വിശുദ്ധ ഖുർആൻ പറയും. പരീക്ഷണങ്ങളിൽ വളരെ പ്രയാസമേറിയ ഒന്നാണ് രോഗാവസ്ഥ എന്നുള്ളത്. ഇന്ന് ഏറെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ആരോഗ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രോഗം ആർക്കും വരാം, അതൊരു പരീക്ഷണമാണ്. ആ സമയത്ത് രോഗിക്ക് മാനസിക സാന്ത്വനവും സമാധാനവും ലഭിക്കണം. ഒരിക്കലും ഞാൻ ഒറ്റപ്പെട്ടവനല്ല എന്ന തോന്നൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ശുദ്ധ ഇസ്ലാം നിസ്കാരം, നോമ്പ് തുടങ്ങിയ നിർബന്ധ ബാധ്യതകൾക്കപ്പുറത്ത് സാമൂഹ്യ ബാധ്യതകളായ നിരവധി ആരാധനകൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗസന്ദർശനം എന്നുള്ളത് ഒരു ഇബാദത്താണ്, ആരാധനയാണ്. മിക്കപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റിന് ശേഷം തൻ്റെ പരിസരത്തും നാട്ടിലുമുള്ള രോഗികളെ സന്ദർശിക്കാൻ പോവാറുണ്ടായിരുന്നു. രോഗി സന്ദർശനത്തിൻ്റെ നിരവധി ചരിത്രവും സംഭവങ്ങളും നമുക്ക് അയവിറക്കാനുണ്ട്. ഏതായാലും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വിശുദ്ധമായ ഹദീസിൽ കാണാം, തൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുസ്ലിം ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസാലു ഫീ ഖുറൂഫത്തിൽ ജന്നതി ഹത്താ യർജി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തൻ്റെ കൂട്ടുകാരനെ, സഹോദരനെ, അയൽപക്കത്തുള്ള, കുടുംബത്തിലുള്ള, കൂട്ടുകാരിലുള്ള, പരിചയത്തിലുള്ള, തൻ്റെ മതക്കാരനോ അല്ലാത്തവനോ ആയ കൂട്ടുകാരനെ രോഗ സന്ദർശനത്തിന് വേണ്ടി പോയാൽ അവൻ മടങ്ങി വരുന്നതുവരെ സ്വർഗീയമായ പഴങ്ങൾ പറിക്കുന്ന അവസ്ഥയിൽ ആ ഒരു വിധാനത്തിലേക്ക് ഉയരുകയാണ്. എന്ന് പറഞ്ഞാൽ രോഗി സന്ദർശനത്തിലായിരിക്കെ അവൻ സ്വർഗത്തിൻ്റെ തണലിലാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് നന്മകൾ ഓരോന്നും ചോദിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് രാവിലെ രോഗിയെ സന്ദർശിച്ചവരാരുണ്ട് എന്ന് പ്രവാചകർ ചോദിക്കുമ്പോൾ സുബഹിക്ക് മുമ്പ് തന്നെ ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്തുന്നതിൻ്റെ മുമ്പ് ഒരു രോഗിയെ സന്ദർശിച്ചാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നത്. എപ്പോഴും ശയ്യാവലംബിയായ ഒരു പ്രായം ചെന്ന ഉമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്നെടുത്തു കൊടുത്ത് എല്ലാ ശുശ്രൂഷയും നടത്തുന്ന സംഭവം ഒരു വീട്ടിൽ നടക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ സ്വഹാബാക്കൾ അത് ആരാണെന്നറിയാൻ വളരെ രഹസ്യമായ ഒരു അന്വേഷണം. അപ്പോഴാണ് അത് മറ്റാരുമല്ല, അന്നത്തെ ചക്രവർത്തിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. രോഗി സന്ദർശനം വലിയൊരു ആരാധനയായി പഠിപ്പിച്ചത് തന്നെ ആ രോഗിക്ക് മനസ്സമാധാനം ലഭിക്കാനാണ്. അപ്പം അതുകൊണ്ട് ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയും ആ രോഗിയുടെ അടുക്കൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല, തങ്ങൾ അവിടെ നിൽക്കൽ രോഗിക്ക് സമാധാനവും സന്തോഷമാണെങ്കിൽ നൃത്തം ദീർഘിപ്പിക്കുകയും, അതല്ല നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഒഴിവാകലാണ് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം സമാധാനമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാകണം എന്നും ഇസ്ലാം പഠിപ്പിക്കുകയാണ്.
നോക്കൂ, നിങ്ങൾ വീട്ടിലോ ഹോസ്പിറ്റലിലോ ആണെങ്കിൽ പോലും നമ്മൾ ആ രോഗിയുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ പ്രവേശന മര്യാദകൾ എന്തായാലും പാലിക്കണം. ഒന്ന്. മറ്റൊന്ന്, ഈ രോഗിയെ പോയി കാണുകയും ശുശ്രൂഷിക്കുകയും ആവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. ആ രോഗിയെ നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ നൽകുകയും തൗബയ്ക്കും ഇസ്തിഗ്ഫാറിനും പ്രേരിപ്പിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ കാണാൻ പോയാൽ ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ്, സാരമില്ല, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കും, റബ്ബ് നിങ്ങളെ ശുദ്ധീകരിക്കും എന്ന വാക്ക് എപ്പോഴും ഉരുവിടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗികളെ കാണാൻ പോയാൽ ലാ ബഅസ തുഹൂർ ഇൻഷാ അല്ലാഹ് പോലോത്ത സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഒരിക്കലും പ്രയാസമുണ്ടാക്കുന്ന വാക്ക് പറയരുത്. കമ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് ഇത്തരം ഒരു രോഗ അടയാളമുണ്ടായപ്പോൾ അത് ക്യാൻസർ ആണെന്നാണ് അല്ലെങ്കിൽ ട്യൂമറാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയത്, നീ ശ്രദ്ധിക്കണേ എന്നിങ്ങനെ അയാളുടെ ശ്രദ്ധയ്ക്കും അല്ലെങ്കിൽ കൂടുതൽ ഗുണത്തിനും എന്ന പോൽ നമ്മൾ പറയുന്ന പല വാക്കുകളും പലപ്പോഴും അപകടത്തിലേക്കാണ് ചെന്നെത്തിക്കുക. ഒരിക്കലും അത്തരം വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. ഗുണം ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, രോഗിയോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണം. അപ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്, വളരെ ശാസ്ത്രീയമായ ഒരു അപ്രോച്ചാണ് അതിലൂടെ ഉണ്ടാകുന്നത്. രോഗി സ്വാഭാവികമായും എനിക്കാരുമില്ല, ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാണ്, എന്നെ ദൈവം കൈയൊഴിഞ്ഞവനാണ് എന്നൊരു മാനസികാവസ്ഥയിൽ ഉണ്ടാവാനാണ് സാധ്യത. ഇതെനിക്ക് അള്ളാഹു നൽകിയൊരു പരീക്ഷണമാണ്, അതിൽ വിജയം വരിക്കണം എന്നൊന്നും ഊന്നിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല, നിങ്ങളുടെ ദുആ ആണ് അള്ളാഹു സ്വീകരിക്കുക, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ ദുആ ആണ്, രോഗികളുടെ ദുആക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകും എന്ന ഹദീസ് ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ചില്ലറക്കാരനല്ല, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് പ്രത്യേകമായ പൊസിഷൻ ഉണ്ട് എന്നൊരു ബോധം ഉദിക്കുന്നതോടെ അയാൾക്കൊരു എനർജി ലഭിക്കുന്നു, മെൻ്റൽ സ്ട്രെങ്ത് ലഭിക്കുന്നു, മാനസികമായി ആരോഗ്യം വെക്കാനുള്ള നല്ലൊരു കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള എല്ലാവിധ വാക്കുകളും പെരുമാറ്റവുമാണ് രോഗിയുടെ അടുക്കൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ മന്ത്രിക്കാറുള്ള വാക്കുകൾ ധാരാളം ഹദീസിൽ വന്നത് കാണാം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക, അർശിൻ്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യവും നൽകട്ടെ, ശിഫ നൽകട്ടെ എന്ന അർത്ഥം വരുന്ന അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക, ഇത് 7 തവണ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക ഇങ്ങനെ രോഗിയുടെ അടുക്കൽ മന്ത്രിക്കണം എന്ന് മിഷ്കാത്ത് പോലത്തെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചതായി നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഈ മന്ത്രം ലഭിച്ച രോഗി അള്ളാഹു ആ രോഗം അയാൾക്ക് സുഖപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, മരണം കണക്കാക്കിയിട്ടില്ലെങ്കിൽ, എന്തായാലും ഈ മന്ത്രം കൊണ്ട് അയാൾക്ക് ശിഫയുണ്ടാകും എന്നും കാണാം. മാത്രമല്ല രോഗി സന്ദർശനം ആരാധനയാണ് എന്നതിലപ്പുറം നമ്മുടെ കൺവെട്ടത്തിലുള്ള രോഗികളെ നാം ശ്രദ്ധിക്കാതെ പോയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ ഗൗരവമായ തെറ്റായി ചോദ്യം ചെയ്യപ്പെടുമെന്നും ഹദീസുകളിൽ കാണാം. രോഗിയുടെ അടുക്കൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അതോടൊപ്പം ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി ആ രോഗിയെ മന്ത്രിക്കണം. കൂട്ടത്തിൽ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന മന്ത്രവും 7 തവണ ചൊല്ലി മന്ത്രിക്കാൻ ഹദീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ രോഗിയുടെ അടുക്കൽ ചെലവഴിക്കുന്ന സമയം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ രോഗിയുടെ സാന്ത്വനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഊർജവും നമ്മുടെ സമയവും നമുക്ക് സ്വർഗപ്രവേശത്തിന് വലിയ കാരണമായിരിക്കും. നമ്മൾ സന്ദർശിക്കുന്ന രോഗി
നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവരാകട്ടെ അമുസ്ലിങ്ങളെപ്പോലും സന്ദർശിക്കുന്നത്, സാന്ത്വനിപ്പിക്കുന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട്, നമ്മുടെ ഒരു മന്ത്രം കൊണ്ട് ഒരാളുടെ രോഗം മാറുന്നതും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതും വലിയൊരു ഇബാദത്താണ്. നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ലാത്ത ഇത്തരം ഇബാദത്തുകൾ നമ്മൾ വിശിഷ്യ റമളാനിൽ വർദ്ധിപ്പിക്കണം. രോഗി സന്ദർശനത്തിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിൽ രോഗി സന്ദർശനത്തിൻ്റെ സാന്ത്വനം കൊണ്ട്, നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട്, സാമൂഹിക പ്രതിബദ്ധതകൾ തീർത്ത് ഈ റമളാനിനെ നമുക്ക് സമ്പന്നമാക്കാം. അള്ളാഹു റമളാൻ സ്വീകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം.